ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നത്തെയും പോലെ അടിപൊളി ഒരു ടിപ്പ് പറഞ്ഞു തരാം. സുപ്പു, നമ്മുടെ മുടിയൊക്കെ ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ പാർലറിലൊക്കെ പോയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്കിത് ചെയ്യും. നമ്മുടെ മുടിയുടെ കേടുപാടുകളൊക്കെ മാറ്റാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാം. പാർലറിലൊന്നും പോയി നമ്മൾ പൈസ കൊടുക്കേണ്ട കേട്ടോ. മുടിയുടെ പൊട്ടലും ചീറ്റലും എല്ലാം മാറി കിട്ടും. മുടി നന്നായിട്ട് വളരാനും സഹായിക്കും ഇത് കേട്ടോ. ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ വീട്ടിലുള്ള ട്രീറ്റ്മെൻറ്റ് ചികിത്സയാണ് കേട്ടോ. നിങ്ങളൊരു മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഇത് ചെയ്ത് നോക്കുക. മുടി നല്ല അടിപൊളിയായിട്ട് കിടക്കും. സുപ്പുവിൻ്റെ മുടി അറിയാമല്ലോ, ചുരുള മുടിയല്ലേ എൻ്റെ ചെയ്താൽ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രമാത്രം. നിങ്ങളുടെയൊക്കെ നല്ല സൂപ്പർ അടിപൊളി ചേച്ചിമാരുടെയൊക്കെ നല്ല അടിപൊളി മുടിയാണെന്ന് സുപ്പുവിനെ അറിയാം. എൻ്റേത് പിന്നെ കുറച്ച് മുടിയേ ഉള്ളൂ താനും. എന്നാലും ഞാൻ ചെയ്യും കേട്ടോ. വല്ലപ്പോഴൊക്കെ നമുക്ക് മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ നമുക്കിത് ചെയ്യാം. എൻ്റെ ഇങ്ങനെ ചുരുള മുടിയല്ലേ, ചുരുളമുടിയാണ്. ഒരുപാടില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ മുടി നന്നായിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം കേട്ടോ. ഈ മുടി ഈ ചൂട് കാലാവസ്ഥയല്ലേ, മുടി പൊട്ടിപ്പോകലും ഒക്കെ മാറാൻ ഇത് നല്ലതാണ്. ഇടയ്ക്ക് എൻ്റെ മുടി ഫുള്ള് പൊട്ടിപ്പോകലുണ്ട് കേട്ടോ. ഞാൻ കൂടുതൽ ഈ നമ്മുടെ ചില ക്ലിപ്പുകൾ ഇടുമ്പം നമ്മുടെ മുടി ഇങ്ങനെ എടുക്കുമ്പോഴേ ഈ ഉച്ച വെച്ച് മുടി പൊട്ടിപ്പോവും. അതുമാതിരിയുള്ള ക്ലിപ്പുകൾ ഇടാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. പൊട്ടിപ്പോവും. പിന്നെ ചിലർ തോർത്തിയിട്ടുണ്ടല്ലോ, മുടി തോർത്തിയിട്ട് ഈ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴുള്ള എല്ലാവരും ചെയ്യുന്നോ എനിക്കറിയത്തില്ല. തോർത്തും വെച്ച് ഈ മുടി ഇങ്ങനെ ഇട്ട് അടിക്കും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ മുടിക്ക് അതിന് വേണ്ടി ബലവോ ഒന്നും ഇല്ലല്ലോ. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് മുടി ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി ആയിരിക്കും അവർ ഈ തോർത്ത് വെച്ച് ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ അടിക്കുന്നത്. പക്ഷെ അതൊക്കെ നമ്മുടെ മുടിക്ക് കേടാണ്, പൊട്ടിപ്പോവും ഇങ്ങനെ. പിന്നെ മുടിയുടെ അറ്റം വിണ്ട് കയറുന്നുണ്ടല്ലോ, അതൊക്കെ മാറും. മുടിയുടെ അറ്റം ഇങ്ങനെ വിണ്ട് കയറത്തില്ല. പിന്നെ ഈ മുടിക്കകത്ത് കായ വരുമല്ലോ, ചിലർ ഈ നനഞ്ഞ മുടി അങ്ങോട്ട് കെട്ടി വയ്ക്കും. മുടിക്കകത്ത് ഇങ്ങനെ ഒരു കറുത്ത സാധനം ഇപ്പോഴാർക്കും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോഴേ ഉള്ളവർ മുടി മുറിച്ച് കളയുകയാണല്ലേ. ഇപ്പം മുടിയുള്ളവർ മുറിച്ച് കളയാണ്. അതിന് പറയുന്നത് മുടിക്കായോ, അങ്ങനെ ഒരു കറുത്ത സംഭവം ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതൊക്കെ മാറ്റാൻ ഇത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഈ വീട്ടിലുള്ള ഈ ഒരു കുഞ്ഞു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക. വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ പച്ചരി എടുക്കുക. പച്ചരി നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ മുട്ടയുടെ വെള്ളയും വെളിച്ചെണ്ണയും തേനും കൂടെ ഈ ചോറിനകത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം തേനും വേണം. നിങ്ങൾ വിചാരിക്കും തേൻ എന്തിനാണെന്ന്, പക്ഷേ നമുക്ക് തേനും വേണം. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ചോറ്, വെളിച്ചെണ്ണ, മുട്ടയുടെ വെള്ള, തേൻ ഇത്രയും നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ചോറ് ആറിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ പച്ചരി നന്നായിട്ട് വേവിച്ച് ആറിയതിന് ശേഷം വേണം കേട്ടോ ഇത് നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് അരച്ചെടുക്കേണ്ടത്. ഇതൊരു അടിപൊളി ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ. ചെയ്ത് നോക്കേ. എന്നിട്ട് അരച്ചതിന് ശേഷം നമ്മൾ മുടിയുടെ നമ്മുടെ ഈ ഉച്ചീന്ന് മുടി പിടിച്ച് ഇങ്ങനെ കുറേശ്ശെ ഇത് ഫുള്ളിങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഈ ഇവിടുന്നേ ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 45 മിനിറ്റ് നമ്മളിത് കെട്ടി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ വീര്യം കുറഞ്ഞ ഷാമ്പൂ ഒക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലായാലും കുഴപ്പമില്ല. നമ്മൾ കഴുകി മാറ്റി കേട്ടോ. നിങ്ങൾ വീര്യം കൂടിയ ഷാമ്പൂ ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ. പച്ചവെള്ളം സാധാ വെള്ളമായാലും ഒരു കുഴപ്പമില്ല കേട്ടോ. മുട്ടയ്ക്ക് അതിന് വേണ്ടി സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ വലിയ സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫുള്ള് ഇവിടുന്നേ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് തുമ്പ് വരെ തേച്ച് പിടിക്കുക. മുടി നന്നായിട്ട് നീട്ടി പിടിച്ചതിന് ശേഷം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 45 മിനിറ്റ് നമ്മൾ നിൽക്കുക. 1 മണിക്കൂറൊന്നും നിൽക്കേണ്ട, 45 മിനിറ്റ് നമ്മൾ നിൽക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഷാമ്പു വേണമെങ്കിൽ, വീര്യം കുറഞ്ഞ ഷാമ്പു ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുക. എല്ലാം വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ തണുത്ത വെള്ളം കൊണ്ട് മുടി കഴുകുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഉണക്കണം. നന്നായിട്ട് ഉണക്കിയെടുക്കണം മുടി കേട്ടോ. അല്ലെങ്കിൽ ഇത് ചോറൊക്കെ അല്ലേ, പച്ചരി വേവിച്ച് ചോറൊക്കെ ആയതുകൊണ്ട് ഇരുന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഫംഗസും ബാക്ടീരിയൊക്കെ ആവുമല്ലോ. അത് നന്നായിട്ട് നമ്മൾ മുടി നമ്മുടെ ഈ വെള്ളം വെച്ച് ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കുക.
എന്നിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തതിന് ശേഷം മുടി കെട്ടി വയ്ക്കേ. ഉണക്കുമ്പോൾ തന്നെ ഇത് എന്താ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുടി ചുരുള മുടിയല്ലേ, അതിന് വേണ്ടി ഉള്ള ഒരു ഇതേ ഉള്ളൂ, ഭംഗിയുള്ളൂ. പക്ഷേ നീളൻ മുടിയൊക്കെ ആണെങ്കിൽ സൂപ്പറായിട്ട് സിൽക്കി ആയിട്ട് കിടക്കും കേട്ടോ. ഈ ചോറൊക്കെ പച്ചരി ചോറൊക്കെ ഇട്ട് നമ്മൾ മുടി ഇങ്ങനെ ചെയ്താൽ ഒരു തിളക്കമൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക, അടിപൊളിയാണ് ഇത്. മുടി ഒരു മാസത്തിൽ ഒരു 2 or 3 പ്രാവശ്യം, എന്തായാലും 3 ആഴ്ച 4 ആഴ്ചയൊക്കെ ഉണ്ട് മാസത്തിൽ. കഴിവതും ഒരു 3 ആഴ്ച വലിയ പാടുള്ള പരിപാടികളൊന്നുമില്ല, കുറച്ച് പച്ചരി വേണമെന്നുള്ളതേ ഉള്ളൂ. എല്ലാ ആഴ്ചയും ഓരോ ദിവസം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ നല്ല വ്യത്യാസം കിട്ടും. ഞാനിത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മുടിക്ക് അതിനു വേണ്ടി സൗന്ദര്യമൊന്നും ഇല്ല കേട്ടോ. ഇത് ചെയ്താലും എന്ന് വെച്ചാൽ ചുരുള മുടിയാണ്, ഇച്ചിരിയേ ഉള്ളൂ താനം. നിങ്ങൾക്കൊക്കെ സൂപ്പറായിരിക്കും കേട്ടോ, ചെയ്യണേ. ഞാനും ചെയ്യുന്നുണ്ട്, നിങ്ങളും ചെയ്ത് നോക്കുക. എനിക്ക് നേരത്തേനേക്കാളും മുടി ഇച്ചിരി നീളം, എൻ്റെ മോനായിപ്പം വെട്ടി തരുന്നത് ഉള്ളത് എന്തെങ്കിലുമൊക്കെ ഞാനിപ്പം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടൊന്നും വളർന്നു വന്നില്ലെങ്കിലും ഇനി നമുക്ക് നാച്ചുറലായിട്ടുള്ള ഡൈ അടിക്കാൻ സമയമായിട്ടുണ്ട്. നന്നായിട്ട് മുടിയൊക്കെ കളറൊക്കെ മാറി വരുന്നു. അതും ചെയ്യണം. ഇതും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുക, സൂപ്പറാണ് കേട്ടോ. ഈ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ വെറുതെ പാർലറിൽ പോയി ഇങ്ങനെ പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്ന്. ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതേപോലൊക്കെ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ മുടിക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. മുടിയിലാണെങ്കിലും നമ്മുടെ ഫേസിലാണെങ്കിലും നമുക്ക് ഇതൊക്കെ നമുക്ക് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണല്ലേ. ഇതൊക്കെ നമുക്ക് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ്. നമുക്ക് ഒരു കുഴപ്പമില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സൂപ്പർ അടിപൊളി കിടക്കാച്ചി ടിപ്പുകളാണ് അല്ലേ. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വലിയ വിലയോ ഒന്നും കൊടുത്ത് പച്ചരി എന്തായാലും നമ്മൾ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പച്ചരി എന്തായാലും വേണം. അത് നമ്മുടെ മുടിയുടെ, നിങ്ങൾക്ക് ഒരുപാട് മുടി ഹെയർ ഉള്ളവരാണെങ്കിൽ ഒരു അരനാഴിയൊക്കെ മതിയായിരിക്കാം കേട്ടോ. ഞാനൊരു 2 or 3 സ്പൂണൊക്കെ എടുക്കത്തുള്ളൂ പച്ചരി. എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് മുടിയില്ലല്ലോ. നിങ്ങൾക്ക് മുടി കൂടുതലായിട്ടുള്ളവർ ഇച്ചിരി പച്ചരിയുടെ അളവ് കൂട്ടണം കേട്ടോ. ഒരു അരനാഴിയൊക്കെ ഇട്ടാലേ ഫുൾ മുടിയിൽ കിട്ടത്തുള്ളൂ കേട്ടോ. എനിക്ക് കുറച്ചല്ലേ ഉള്ളൂ. ഒരു അരനാഴി പച്ചരി എടുത്ത് വേവിച്ച് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് 3 or 4 കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് വാരി പൊത്തിക്കോളൂ. ഇങ്ങനെ നല്ല മുടി നീട്ടി വെച്ചിട്ട്, മുടി നീട്ടി മേലിൽ നിന്ന് നമ്മൾ നീട്ടി എടുത്തിട്ട് ഇങ്ങനെ വലിച്ച് എടുത്തിട്ട് ഫുള്ള് തേക്കണം കേട്ടോ. കുറേശ്ശെ മുടിയെടുത്ത് പിന്നെ കെട്ടി 45 മിനിറ്റ് ഇരുന്നാൽ മതി. എന്നിട്ട് കഴിയുക. അടിപൊളി മുടിയായിട്ട് കിട്ടും. നമ്മളൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേന്നൊക്കെ പിറ്റേന്ന് രാവിലെ തല നനയ്ക്കരുത്, മുടി നനയ്ക്കരുത് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഭംഗി അങ്ങ് പോകും. തലേന്ന് നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് പിറ്റേന്ന് നിങ്ങൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ സൂപ്പറായിട്ട് കിടക്കും, നല്ല ഗ്ലേസിങ് ആയിട്ട് കിടക്കും മുടിയൊക്കെ കേട്ടോ. ചെയ്ത് നോക്കൂ. ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള കുഞ്ഞു ടിപ്പുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.